കൊടികുത്തി ഫാക്ടറികൾ പൂട്ടിക്കുന്ന അന്തം കമ്പികളുടെ നാടാണ് കേരളം. അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഒരു ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കൊടികുത്തി ആ സംരംഭത്തെ മുടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ്. പണിയെടുക്കാനല്ല, സമരം ചെയ്യാൻ മാത്രമാണ് അറിയാവുന്നുള്ളൂ. ക്യൂബ മുകുന്ദൻ്റെ കഥയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നൂറുകണക്കിന് സംരംഭകരുടെ കാര്യവും. അങ്ങനെ കൊടികുത്തി എല്ലാം നശിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോൾ ആന്തൂർ സാജൻ എന്നൊരു ഇൻവെസ്റ്റർക്ക് തൂങ്ങി മരിക്കേണ്ടി വന്നു. അതാണ് വാസ്തവം. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഒരു ബസ് ഉടമയുടെ ബസ്സിന് മുന്നിലും ഇതുപോലെ കൊടികുത്തി ഇവർ സമരം ചെയ്തു. അയാൾ അതിൻ്റെ മുന്നിൽ ജസ്റ്റ് ഒരു കസേരയിട്ട് അദ്ദേഹം സമരം ആരംഭിക്കുകയാണ് പിന്നെ ഉണ്ടായത്. ഇത് ഒരു കാഴ്ചയല്ല, ഇതുപോലെ നൂറുകണക്കിന് കാഴ്ചകൾ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവസാനം ഗതികെട്ടിട്ടാണ് അക്കാലത്ത് വരവേൽപ്പ് എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നത്. ആ സിനിമയ്ക്കകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന അതിലെ ബസ് ഉടമയായിട്ടുള്ള ആൾ പറയുന്ന ഒരു രംഗമുണ്ട്. മുരളി അഭിനയിക്കുന്ന കഥാപാത്രമായിട്ടുള്ള തൊഴിലാളി യൂണിയൻ നേതാവിൻ്റെ അടുത്ത് ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, തൊഴിലാളികളുടെ നെഞ്ചിലെ ചോര കുടിച്ചു വളർന്ന അട്ടയാണടാ നീ എന്ന്. അങ്ങനെ കുറേ അട്ടകൾ, അന്തം കമ്പികൾ ചേർന്ന് ഒരു ചാനൽ പൊട്ടിച്ച കഥ പറയാം. ആ ചാനൽ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലാണ്. ആ ചാനൽ പൂട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂട്ടിയില്ല, പക്ഷേ അതിൻ്റെ ഉടമ ഗതികെട്ട അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരു ചാനൽ തുടങ്ങുന്നു കേരളത്തിൽ, ഒരു ന്യൂസ് മലയാളം ചാനൽ, അല്ലെങ്കിൽ മലയാളം ന്യൂസ് ചാനൽ. അങ്ങനെ ഒരു ചാനൽ കേരളത്തിൽ തുടങ്ങുന്നു. ആ ചാനൽ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അതിൻ്റെ ഉടമ തമിഴ്നാട്ടിൽ വലിയ കേബിൾ TV ശൃംഖലയൊക്കെ ഉള്ള ആളാണ്. നമ്മുടെ നാട്ടിൽ കേരള വിഷനൊക്കെ ഇല്ലേ, അതുപോലെ വലിയ തോതിൽ ACV ഒക്കെ ഉള്ളതുപോലെ വലിയ ഒരു ശൃംഖല തന്നെയുള്ള വലിയ നെറ്റ്വർക്കിംഗ് ഉള്ള ഒരു ഓണർ. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽ തുടങ്ങുന്നു, ഒരു ന്യൂസ് മലയാളം ചാനൽ, ഒരു മലയാളം ന്യൂസ് ചാനൽ. അങ്ങനെ ആ തുടങ്ങുന്ന ന്യൂസ് ചാനലിന് എന്ത് പറ്റുന്നു? അദ്ദേഹം സ്വപ്നം കാണുകയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ പക്ഷപാതമില്ലാതെ എല്ലാത്തിനെയും വിമർശിക്കുന്ന, എല്ലാത്തിൻ്റെ നേര് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന, കാലത്തിന് നേർക്ക് പിടിച്ച് കണ്ണാടിയായി മാറുന്ന ഒരു വാർത്താമാധ്യമം. അത് സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു വാർത്താ ചാനൽ തുടങ്ങുന്നു, മലയാളം വാർത്താ ചാനൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിനകത്തേക്ക് ചക്കയിൽ ഈച്ച പൊതിയുന്നത് പോലെ അന്തം കമ്മിക്കൂട്ടം അതിനകത്തേക്ക് ഇടിച്ചു കയറുകയാണ്. ഒരു സ്ഥാപനത്തിനകത്തേക്ക് അന്തം കമ്മികൾ വന്നാൽ എന്താവും എന്നുള്ളതിൻ്റെ ഗതികേട് നിങ്ങൾക്ക് ആ ചാനൽ കണ്ടാൽ മനസ്സിലാകും. ആ ചാനലിൽ എന്ത് പറ്റിയെന്നറിയാമോ? പിന്നെ ആ ചാനലിൻ്റെ ആദ്യം റേറ്റിങ്ങിലൊക്കെ കയറി വന്നു. അപ്പോൾ റേറ്റിങ്ങിലൊക്കെ പല ആക്ഷേപങ്ങളും എതിർപക്ഷത്ത് നിൽക്കുന്ന ചാനലുകാരൊക്കെ ഉന്നയിക്കുന്നു. പക്ഷേ സ്വന്തം നാട്ടിൽ ഒരു ചാനൽ തുടങ്ങുക എന്ന സ്വപ്നത്തോടു കൂടിയാണ് ആ ഇൻവെസ്റ്ററോട് വന്നിരുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന കോമ്പറ്റീഷനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം നാട്ടിലുള്ള ഒരു ചാനൽ, നല്ല മനസ്സോടുകൂടി വന്ന ഒരു മനുഷ്യൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന മനുഷ്യൻ, എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാരായ ആൾക്കാർക്ക്, ഞാൻ പുറം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്, എൻ്റെ നാട്ടുകാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു 250-300 പേർക്ക് ജോലി എടുക്കാൻ കഴിയുമല്ലോ. ആ സന്തോഷത്തോടു കൂടി ഒരു മനുഷ്യൻ വന്ന് ചാനൽ തുടങ്ങുകയാണ്. ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്തം കമ്മികളായിട്ടുള്ള കുറേ എണ്ണം ഇടിച്ചു കയറുന്നു ഇതിനകത്തേക്ക്. എന്നിട്ട് അവർ ഇതിൻ്റെ എഡിറ്റോറിയൽ പോളിസികളും തീരുമാനങ്ങളും എല്ലാം തന്നെ മാറ്റിമറിക്കുന്നു എന്ന് മാത്രവുമല്ല, അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ലേബൽ ചെയ്യുന്നു. ഇതൊരു കൈരളി ചാനലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ, അതുപോലെ ഒരു കമ്മി ചാനലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ തൊഴിലാളികളെ അടക്കം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു എന്നറിയാമോ? വലിയ സ്ഫോടന ശേഷിയുള്ള സാധനങ്ങളുടെ വെടിമരുന്ന് പരിപാടികളൊക്കെ തുടങ്ങുന്നു. ഈ വെടിമരുന്ന് പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെടിമരുന്ന് പരിപാടിക്കകത്ത് മൊത്തം കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് പ്രൊപ്പഗൻഡകളാണ്. പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ വിഷം വമിപ്പിക്കുന്ന പ്രൊപ്പഗൻഡ, ഉറഞ്ഞു തുള്ളി പുറത്തേക്ക് ഛർദ്ദിക്കുന്ന, പ്രക്ഷാളനം ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകർ ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നു. അവർ എന്നിട്ട് എന്ത് ചെയ്തു? ഈ ചാനൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ വളരെയധികം പരസ്യമൊക്കെ കിട്ടും. പരസ്യം കിട്ടുക എന്ന് മാത്രവുമല്ല, പൊതുസമ്മതി കൂടും. ഒരു അന്തം കമ്പി ചാനൽ എത്ര പേർ കാണും? ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണ് എന്ന് പലപ്പോഴും നമുക്ക് റിപ്പോർട്ടറിനെയും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ബിഗ് TV ഒക്കെ തോന്നിയാലും, പക്ഷെ അവരും ഇടതു വിമർശനത്തിൽ യാതൊരു മടിയുമില്ലാത്തവരാണ്. കൃത്യവും രൂക്ഷവുമായിട്ടുള്ള ഇടതുപക്ഷക്കാരിയാണ് സ്മൃതി പരുത്തിക്കാട്. പക്ഷേ സ്മൃതി പരുത്തിക്കാട് എന്താ ചെയ്യുന്നത്? നിശ്ചിതമായ വിമർശനം ഈ പറയുന്ന ഇടതുപക്ഷത്തിനെതിരെ ചുരിയാറുണ്ട്. ഒരു ക്ഷമയും ഒരു മടിയും ഒന്നും അതിനകത്ത് കാണിക്കാറില്ല. അവർ CPM ആണോ CPI ആണോ എന്ന് അവർ നോക്കാറൊന്നുമില്ല. അവർ കൃത്യമായ വിമർശനം പറയാറുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ രൂക്ഷമായ സംഘപരിവാറിനെ പറയാറുണ്ടെന്നുള്ളത് മറ്റൊരു വസ്തുത. എങ്കിലും അവർ കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട്, CPMനെ വിമർശിക്കാറുണ്ട്. രാഷ്ട്രീയത്തിൽ വളരെ ക്രിയാത്മകമായ ചർച്ചകൾ, ക്രിട്ടിക്കലായിട്ടുള്ള ചർച്ചകൾ, വിമർശനാത്മകമായ ചർച്ചകൾ അവർ നടത്താറുണ്ട്. അത് കേരളത്തിലെ എല്ലാ വിനോദി ജോൺ അടക്കം എല്ലാവരും ചെയ്യാറുണ്ട്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ കൂടി ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും അടക്കമുള്ളവരും കൃത്യമായിട്ട് ഇടതുപക്ഷത്തെ വിമർശിക്കാറുണ്ട്. മഞ്ജുഷ് ഗോപാൽ ന്യൂസ് 18 കൃത്യമായി ഇടതുപക്ഷത്തെ വിമർശിക്കാറുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട്, BJP വിമർശിക്കാറുണ്ട്, എല്ലാവരും. പക്ഷേ ന്യൂസ് മലയാളത്തിലേക്ക് വന്നപ്പോൾ കഥ മാറി. അവർക്ക് CPMനോടും ഇടതുപക്ഷത്തോടും ഒരു പ്രേമം തുടങ്ങി. കാരണം സ്വന്തം കാര്യങ്ങൾ അതിനകത്ത് നേടിയെടുക്കണമല്ലോ. ഇപ്പോൾ മാധ്യമപ്രവർത്തകന്മാരായിരിക്കുമ്പോൾ ഭാര്യയുടെ നിയമനം വേണം, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ വേണം,
എന്തെങ്കിലും കാര്യങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്ന എന്തെങ്കിലും സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് നിന്ന് നേട്ടം കൊയ്യാൻ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. അങ്ങനെയൊക്കെ ചില ഗുരുതരമായ പ്രവർത്തികൾ ഇവന്മാരവിടെ കാണിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ രാഷ്ട്രീയം ഇതിനകത്തേക്ക് കൊണ്ടങ്ങ് തള്ളി. പല വിവാദങ്ങളും ഉണ്ടായി. CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന വിവാദങ്ങൾ, ഇടതുപക്ഷത്തിനെ നിശിതമായി വിമർശിക്കേണ്ട വിവാദങ്ങൾ, ഇതിലെല്ലാം തന്നെ ഇവർ മൗനം പാലിച്ചു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രാജ്യവിരുദ്ധത പോലും പറയാൻ മടിയില്ലാത്ത, സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി BJP വിരുദ്ധതയാവാം, പക്ഷെ അതിനും അപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് നിശിതമായ വിമർശനങ്ങൾ നടത്താനും ഈ പറയുന്ന തെറ്റായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാനും ഇവർ ഒരുമ്പിട്ടു. അതായത് രാജ്യത്തിനെയാണ് ഇങ്ങനെ തെറ്റായി വിമർശിക്കുന്നതെന്ന് ഓർക്കണം. അതൊന്നും അവിടെ നിന്നില്ല. അപ്പോൾ എന്തുപറ്റി? സ്വീകാര്യത കുറഞ്ഞു. ചാനൽ പുറകിലേക്ക് പോയി. ചാനൽ ആകപ്പെടെ 50 ലക്ഷം രൂപ എങ്ങാണ്ട് വരുമാനമുള്ളൂ. എന്നാൽ 2.5 കോടിയിലേറെ രൂപ ചിലവുണ്ട്. അങ്ങനെ നിൽക്കുന്ന ചാനൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. പരസ്യ വരുമാനങ്ങളില്ല, മറ്റ് വരുമാനങ്ങളില്ല, കാഴ്ചക്കാരില്ലെങ്കിൽ ആരെങ്കിലും പരസ്യം കൊടുക്കൂ? കാഴ്ചക്കാരില്ലാത്തടത്ത് നമ്മൾ ഒരു കുട്ടിക്കാട്ടിൻ്റെ മറവിലോ അല്ലെങ്കിൽ കാട്ടിൻ്റെ മറവിൽ കൊണ്ടുവന്ന ഒരു ബോർഡ് നമ്മൾ പരസ്യ ബോർഡ് വെക്കുമോ? ഒരിക്കലുമില്ല. കാണാൻ ആളുണ്ടെങ്കിൽ ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ വെക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പരസ്യ ബോർഡ് വെക്കുക. അപ്പോൾ കാണാൻ ആളില്ലെങ്കിൽ അവർ പരസ്യ ബോർഡ് വെക്കുകയില്ല. അപ്പോൾ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾക്കൊടുവിൽ, ഈ പറയുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ ഈ കഴിവുള്ള മാധ്യമപ്രവർത്തകർ പലരും ഇതിനകത്തേക്ക് വന്നു, ഈ പറയുന്ന ചാനലിലേക്ക് വന്നു. അവരെയൊക്കെ തന്നെ ഈ ലെഫ്റ്റിസ്റ്റ് പ്രൊപ്പഗൻഡ ഉയർത്തുന്ന മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, അവരെ തുരത്തി ഓടിച്ചു. അവരടുപ്പിച്ചില്ല, അവരെ സ്വീകരിച്ചില്ല എന്ന് മാത്രവുമല്ല, അവരെ തുരത്തി ഓടിക്കുകയും തങ്ങളുടെ ഒരു താവളമാക്കി, ഒരു കോട്ടയാക്കി ഇതിനെ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ എഡിറ്റോറിയൽ പോളിസി ആകെ ഏത് രാഷ്ട്രീയ പാർട്ടി വിമർശിക്കാം, എങ്ങനെയും ചെയ്യാം, നമുക്ക് വിജയമാണ് വേണ്ടത്, മാധ്യമപ്രവർത്തനത്തിൽ വിജയം വേണം, മാധ്യമപ്രവർത്തനം ചിക്കിലില്ല നടക്കില്ല. അപ്പോൾ പരസ്യം കിട്ടണം, പരസ്യം കിട്ടാതെ ഒരു മാധ്യമപ്രവർത്തനം മുന്നോട്ട് പോകില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്താണ് വേണ്ടത്? അവർക്ക് ഈ പറയുന്ന സാധാരണ യൂട്യൂബ് ചാനലുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇത്തരം സാറ്റലൈറ്റ് ചാനലുകൾക്ക് ഭീമമായ സാറ്റലൈറ്റ് വാടക കൊടുക്കണം, മറ്റ് ടെക്നീഷ്യന്മാരുണ്ട്, ഈ പറയുന്ന സാമഗ്രികളുണ്ട്, ഇതെല്ലാം പ്രവർത്തിക്കണം, വലിയ വലിയ വാഹനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ വലിയ തുക ചിലവാകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. അപ്പോൾ ലാഭത്തിൽ പോയില്ലെങ്കിൽ ഇത് വലിയ ബാധ്യതയായിട്ട് മാറും. അങ്ങനെ വന്നപ്പോൾ ഈ ഉടമ എന്ത് ചെയ്യുന്നറിയാമോ? ഉടമ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓഹരികൾ വിറ്റഴിക്കാൻ തുടങ്ങി, അതിൻ്റെ ഷെയറുകൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചാനൽ മേധാവി അല്ലെങ്കിൽ ഒരു ചാനൽ സംരംഭകൻ അവിടേക്ക് വന്നിട്ട് ഈ പറയുന്ന ചാനൽ ഏറ്റെടുക്കുക മാത്രമല്ല ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂസ് മലയാളത്തിനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ആ സ്ഥാപനത്തിനകത്ത് പുതിയ നവീകരണങ്ങളൊക്കെ നടത്താൻ പോവുകയാണ്. ചെയർമാനൊക്കെ പഴയ ആൾക്കാരൊക്കെ തന്നെയാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അന്തംഗമ്മികൾ ഒരു ചാനലിനെ പരമാവധി തുലയ്ക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് മാനേജ്മെൻറ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഒരു പുതിയ ഒരു സഹപങ്കാളിയെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. ആ ചാനൽ ഇനി മികച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതായത് അന്തംഗമ്മികൾ ഉണ്ടെങ്കിൽ ഒരു സ്ഥാപനം മുടിയുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ കാണുന്നത്. നല്ല പല ജേർണലിസ്റ്റുകളും നിലവിൽ അവിടെയുള്ളവരെ നിയമിക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയായിട്ട് വരുന്നത്. അവസാനം ഗത്യന്തരമില്ലാതെ ഈ ചാനൽ മുന്നോട്ട് പോകില്ല എന്ന് കണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ് പലരും ഇവരുടെ അടുത്ത് രാജ്യഭീഷണി മുഴക്കുകയും സ്ഥാപനം അടച്ചിടേണ്ടി വരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അവസാനം ഇവർ അവിടുന്ന് ഗതികെട്ട് മറ്റൊരു സംരംഭകനെ കൂടി കൂട്ടി യോജിപ്പിക്കുകയാണെന്ന്. അത് ഗതികേട് കൊണ്ടാവണമെന്നുമില്ല കേട്ടോ, പക്ഷേ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി ഒക്കെ ചെയ്യാം. എന്തായാലും അന്തംഗമ്മികൾ ഈ സ്ഥാപനത്തിന് നല്ലതല്ല, ദോഷം മാത്രമാണ് ചെയ്തത്. കൃത്യമായ ദോഷം അവിടെ ചെയ്തിരിക്കുന്നു. സ്വന്തം സ്ഥാപനത്തോടുള്ള കൂറോ ഇല്ലെങ്കിൽ സ്വന്തം സ്ഥാപനം വളരണമെന്നോ ആഗ്രഹമല്ല, മറിച്ച് ആ സ്ഥാപനത്തെ എങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കാം, തങ്ങളുടെ പ്രൊപ്പഗൻഡ നടപ്പിലാക്കാൻ ഉപയോഗിക്കാം എന്ന് മാത്രം ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഒരു സംരംഭകന് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങി, ഞാനൊരു കട തുടങ്ങുകയാണ്. ആ കട ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ ഉള്ളവരുത്തവൻ എന്നെ മുടിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? അവൻ്റെ കൈപ്പിഴ കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കാണാൻ എനിക്ക് സാമ്പത്തിക ബാധ്യത എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ പങ്കാളിയെ കൂടി ചേർക്കുന്നു. ഒരിക്കലും ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കുമോ അത്? അല്ല. അപ്പോൾ എന്താണ് വേണ്ടത്? അയാൾ ചെയ്യുന്നത് ഗതികേട് കൊണ്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ബിസിനസ് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പുതിയ സംരംഭകരെയൊക്കെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ BLM ഗ്രൂപ്പ് പ്രേംകുമാർജിയൊക്കെ അവിടെ എത്തുന്നു എന്നാണ് അറിയുന്നത്. അവരെ പോലുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ ഇതിൻ്റെ ശരിയായ രാഷ്ട്രീയ വീക്ഷണത്തിലേക്ക് ഈ ചാനൽ മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ദേശീയമായ താല്പര്യങ്ങൾ മുറുകെ പിടിക്കട്ടെ. പ്രൊപ്പഗൻഡ രാഷ്ട്രീയം, ഇടത് വിഷം വമിപ്പിക്കുന്ന രാഷ്ട്രീയം മാത്രമല്ല, ശരിയുടെ രാഷ്ട്രീയം, നിഷ്പക്ഷമായി നിൽക്കാമല്ലോ.
ഇപ്പോൾ BJP വിമർശനം ചെയ്യാത്തവരോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയതയോട് പോലും വിയോജിപ്പ് കാണിക്കുന്നവരോ അല്ല കാണിക്കാത്തവരല്ല മറ്റ് ചാനലുകൾ. പക്ഷേ ദേശവിരുദ്ധതയും ഇടത് പ്രൊപ്പഗൻഡ കുത്തിവെക്കുന്ന വിഷപ്പാമ്പുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു ചാനലിന് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ന്യൂസ് മലയാളത്തിന് പുതിയ ഒരു ദിശാബോധത്തിലേക്ക് അത് മാറുന്നു, പുതിയ രീതിയിലേക്ക് മാറുന്നു. പ്രേംകുമാർജിയെ പോലുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ്, ശരിയായ വീക്ഷണമുള്ളവർ, ശരിയായ കാഴ്ചപ്പാടുള്ളവർ അവിടേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭാവി ആ ചാനലിനുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാധ്യമ മേഖല തകർന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിപ്പോകരുത് തന്നെ ഏതൊരു മാധ്യമ പ്രവർത്തകനും പറയുള്ളൂ. കാരണം എന്തെന്നറിയാമോ? അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഒരു സ്ഥാപനം തകർന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മറ്റുള്ള ആൾക്കാരെ കുറഞ്ഞ ശമ്പളത്തിൽ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾക്കാർ വരും. അവിടെ വലിയ ചൂഷണം നടക്കും. അല്ലെങ്കിൽ തന്നെ വലിയ ചൂഷണമുള്ള മേഖലയാണ് മാധ്യമപ്രവർത്തനം. വേണ്ടത്ര ശമ്പളം പോലും പലയിടത്തും കിട്ടാറില്ല. ട്രെയിനി ജേർണലിസ്റ്റുകളായിട്ട് കയറുന്നവർക്ക് നക്കാപ്പിച്ച ശമ്പളം 2 or 3 തവണയായിട്ട് കൊടുക്കുന്ന മാധ്യമങ്ങൾ വരെ കേരളത്തിലുണ്ട് എന്നുള്ളത് കൂടി പ്രേക്ഷകർ അറിയണം. അങ്ങനെ ഗതികെട്ട് നിൽക്കുന്ന ഈ മേഖലയ്ക്ക് ഒരു നഷ്ടം ഒരു ചാനൽ പൂട്ടിക്കൊണ്ടുണ്ടാവരുത്. അത് വലിയ വിജയത്തിലേക്ക് എത്തട്ടെ, ന്യൂസ് മലയാളം വളരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും BLM ഗ്രൂപ്പ് അതിൻ്റെ ഭാഗമാകുന്നതോടുകൂടി വലിയ വിജയം, ഈ പറയുന്ന മുന്നേറ്റം ഈ സ്ഥാപനത്തിനുണ്ടാകും. അതിൻ്റെ ഉടമ സഹിച്ച ആ കണ്ണുനീരുണ്ടല്ലോ, അതിനോട് സഹതപിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ദുഃഖം എന്തായിരിക്കുമെന്ന്. ഇതൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് പിരിച്ചുവിടാനൊന്നും പറ്റില്ല ഇവരെയൊന്നും. ഇവരെയൊക്കെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ അന്തം കമ്പികളൊക്കെ പിരിച്ചുവിട്ടാലുണ്ടല്ലോ ഇവന്മാരെ കൊടിയും പിടിച്ച് അതേ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അവരെ പരമാവധി ഉപദ്രവിക്കും. അങ്ങനത്തെ കുറേ വിഷവിത്തുക്കൾ നമ്മുടെ നാട്ടിലുമുണ്ട്, മാധ്യമപ്രവർത്തകരായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഏതായാലും ശരി, ഇപ്പോൾ അതിൽ നിന്നൊരു ശാപമോക്ഷത്തിലേക്ക് മാറുന്നു. ആ ചാനൽ സ്വതന്ത്രമാകാൻ പോകുന്നു. അന്തംകമ്പി ചങ്ങലകളിൽ നിന്ന് മോചനം നേടട്ടെ, അത് ശരിയായ ദിശയിലേക്ക് വരട്ടെ.